ചാലിയാർ. കേരളത്തിലെ 44 നദികളിൽ നീളത്തിൽ 4-ാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ. ഇതിൻ്റെ നീളം 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ പ്രശസ്തമായ കടലുണ്ടി പുഴയെക്കുറിച്ച് വളരെ പഠനാർഹമായ മറ്റൊരു വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം മാന്യ പ്രേക്ഷകർ ആ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കടലിനോടടുക്കുമ്പോൾ ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലുള്ള അഥവാ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഇളമ്പാരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, ചെറുവാടി, വാഴക്കാട്, മാവൂർ, പന്തീരങ്കാവ്, ഫറോക്ക്, ബേപ്പൂർ എന്നീ പ്രധാന പട്ടണങ്ങളിലൂടെ ബേപ്പൂരിലെത്തി അറബിക്കടലിൽ സംഗമിക്കുന്നു. ചാലിയാർ, പുന്നപ്പുഴ, പാണ്ടിയാർ, കരിമ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കരുമ്പൻ പുഴ, വടപുറം പുഴ, ഇരുവഞ്ഞിപ്പുഴ, ഇരുനെല്ലിപ്പുഴ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പോഷക നദികൾ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. 159 കിലോമീറ്റർ ദൂരം മലപ്പുറം ജില്ലയിലൂടെ ഒഴുകി അവസാനം 10 കിലോമീറ്റർ കോഴിക്കോട് ജില്ലയിലൂടെയും ഒഴുകി അറബിക്കടലിൽ ചേരുന്നു. ഊർക്കടവ് എന്ന സ്ഥലത്ത് ഈ പുഴയിൽ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട്. 3 കാര്യങ്ങളിൽ ഈ മഹാനദി ചരിത്രത്തിൽ അറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും നിലമ്പൂർ കാടുകളിൽ നിന്ന് വെട്ടുന്ന തടികൾ കോഴിക്കോടുള്ള കല്ലായിയിലെ പല തടിമില്ലുകളിലേക്കും ഒഴുക്കിക്കൊണ്ടുവരാനുള്ള ഒരു ജലപാതയായി ചാലിയാറിനെ ഉപയോഗിച്ചിരുന്നു. തടികൾ കെട്ടി മൺസൂൺ സമയത്ത് കല്ലായിലേക്ക് ഒഴുക്കിക്കൊണ്ടുവന്നിരുന്നു. കല്ലായിയിൽ നദീതീരത്തുള്ള പല മില്ലുകളിലും ഈ തടി വാർന്ന് പല രൂപത്തിലാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. കല്ലായി ഈ സമയത്ത് തടി വ്യവസായത്തിൽ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. തേക്ക്, വീട്ടി തുടങ്ങിയ ശക്തിയും ഈടുമുള്ള തടികൾക്ക് പ്രശസ്തമായിരുന്നു കല്ലായി. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ വനത്തിൽ നിന്ന് തടി മുറിക്കുന്നത് വനനശീകരണം തടയുവാനായി നിരോധിക്കപ്പെട്ടു. ഇത് കല്ലായിലെ തടി വ്യവസായത്തെ വളരെയധികം ബാധിച്ചു. ഇന്നും ചില മില്ലുകൾ കല്ലായിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പാദനം പണ്ടത്തെ പോലെ ഇല്ല. പല മില്ലുകളും അടച്ചുപൂട്ടിയിട്ടുമുണ്ട്. 2009 നവംബർ 4-ന് അരീക്കോടിന് സമീപം ചാലിയാർ പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ കയറിയ കടത്ത് തോണി മറിഞ്ഞ് 8 കുട്ടികൾ മരിക്കുകയുണ്ടായി. മൂർക്കനാട് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മരണമടഞ്ഞത്. 7 ആൺകുട്ടികളും 12ഓളം പെൺകുട്ടികളുമടക്കം ഏകദേശം 40-ലധികം വിദ്യാർത്ഥികൾ കയറിയ തോണി ഒരു വശത്തേക്ക് ചെരിഞ്ഞതിനെ തുടർന്നാണ് അപകടം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. മാവൂർ ഗോളിയോർ റയോൺസ് പൾപ്പ് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നദിയിലേക്ക് വിസർജിച്ചതു കാരണം നദിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് വാർത്തയായിരുന്നു. ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മാവൂർ ഗോളിയോർ റയോൺസ് ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടി. ചാലിയാറിനെ മലിനവിമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നുവരുന്നു. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാറിലേത്. എങ്കിൽ ചാലിയാറിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ചരിത്രം മറക്കാനാവില്ല. ചാലിയാറിനോട് ചേർന്ന് മാവൂരിൽ 1960-ൽ 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ ബിർള ഗ്രൂപ്പിൻ്റെ ഗ്രാസിം ഫാക്ടറി വരികയും അതിൽ മുളയും മറ്റും ഉപയോഗിച്ചാണ് പൾപ്പും ഫൈബറും നിർമ്മിച്ചിരുന്നത്. പൾപ്പിൻ്റെയും ഫൈബറിൻ്റെയും നിർമ്മാണത്തിനാവശ്യമായ ആസിഡ് ഉൾപ്പെടെയുള്ള ചില അസംസ്കൃത വസ്തുക്കളും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുണ്ടായി. പക്ഷേ
പരീക്ഷണങ്ങളിൽ ബലി നൽകപ്പെട്ടത് ചാലിയാറാണ്. ചാലിയാറിൽ നിന്ന് പുറന്തള്ളിയ മാലിന്യങ്ങൾ മൂലം ചാലിയാറും പരിസരവും ഒന്നിനും കൊള്ളാതായി. മഹാനഷ്ടങ്ങൾ സമ്മാനിച്ചു. പ്രകൃതിയുടെയും മാനവൻ്റെയും സുസ്ഥിതിയാണ് സുപ്രധാനമെന്ന തിരിച്ചറിവോടെ സർക്കാർ 2001 ഗ്രാസിം അടച്ചുപൂട്ടി. ആ സംഭവബഹുലമായ ചരിത്രനാൾ വഴികൾ മറ്റൊരു വീഡിയോയിലൂടെ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. ഈ ചരിത്രം ഉണ്ടായിരിക്കെ വീണ്ടും നാം ഈ നദിയെ മലിനമാക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് നന്ദി.